CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ വിമർശനം. ഗോവിന്ദന്റെ RSS പരാമർശത്തിനെതിരെയാണ് വിമർശനം സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായത്. സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം നിലമ്പൂർ തോൽവിയുടെ വലിപ്പം കൂട്ടിയെന്നാണ് അംഗങ്ങൾ പറഞ്ഞത്. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, വലിയ തരത്തിൽ ആ ഒരു പരാമർശം ചർച്ചയായി എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് ആ ഒരു ചർച്ച ഒഴിവാക്കാൻ വേണ്ടി നേരിട്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അതൊക്കെ വിശദീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. എന്തായാലും CPIMന്റെ മുതിർന്ന നേതാക്കൾക്ക് തന്നെ ആ വിഷയത്തിൽ ഒരു വിമർശനമുണ്ട്. അത് വരികയാണ് സംസ്ഥാന കമ്മിറ്റി. തീർച്ചയായും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെ സംസ്ഥാന കമ്മിറ്റിയിലും MV ഗോവിന്ദന്റെ പരാമർശത്തെ രൂക്ഷമായ ഭാഷയിലാണ് അംഗങ്ങൾ വിമർശിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു പ്രയോഗം വേണ്ടിയിരുന്നില്ല എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെ കമ്മിറ്റിയും വിലയിരുത്തുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം, അതായത് RSSുമായി സഹകരിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്ന പരാമർശം നിലമ്പൂരിലെ തോൽവിയുടെ വലിപ്പം കൂട്ടിയെന്നാണ് ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നിട്ടുള്ളത്. ഈ നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ MV ഗോവിന്ദന്റെ പേര് പറയാതെയാണ് P രാജീവും എളമരം കരീമും വിമർശനം ഉന്നയിച്ചതെങ്കിൽ ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ MV ഗോവിന്ദന്റെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് വിമർശനം ഉന്നയിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ തോൽവിയുടെ ആഘാതത്തിന് MV ഗോവിന്ദന്റെ പരാമർശം കൂടി കാരണമായി എന്ന് അംഗങ്ങൾ വിലയിരുത്തുകയാണ്. അത്തരത്തിലൊരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നുവെന്ന് ആണ് ഈ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉണ്ടായിട്ടുള്ളത്. ആ പരാമർശം ഈ തോൽവിയുടെ ആഘാതം കൂട്ടി എന്നുകൂടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങൾ പറയുകയാണ്. അങ്ങനെ അത്തരത്തിലൊരു പരാമർശം ഗോവിന്ദൻ മാഷ് നടത്തിയത് തന്നെ തിരിച്ചടിയായെന്ന വിലയിരുത്തലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലും ഉണ്ടായിട്ടുള്ളത്. എടുത്തു പറയേണ്ടത്, ഇങ്ങനെ ഒരു പരാമർശം പാടില്ലായിരുന്നുവെന്ന് സെക്രട്ടേറിയറ്റിലാണ് ആദ്യം വന്നത്. ആ ഘട്ടത്തിൽ MV ഗോവിന്ദന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു വിമർശനം വന്നത്. അതിന് പിന്നാലെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ MV ഗോവിന്ദന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചത്. ആ തോൽവിയുടെ ആഘാതം കൂട്ടി എന്നുള്ള വിമർശനം ഉണ്ടായി. നേരത്തെ രുചീഷ് പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് ആ വിവാദമുണ്ടായ അന്ന് വൈകിട്ട് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ ഈ അംഗങ്ങളുടെ യോഗത്തിൽ, അംഗങ്ങളുടെ ശില്പശാലയ്ക്കകത്ത് മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയുന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു. അതിന്റെ ഒരു അവസാനത്തെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വിമർശനമായി തന്നെ ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനെ കാണേണ്ടി വരും. അത് ഈ വിവാദം ഉണ്ടാകുന്നത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ട് തലേന്നാണ്. ആ പകൽ മുഴുവനാണ് ആ വിവാദം വലിയ രീതിയിൽ CPMനെ പ്രതിരോധത്തിലാക്കിയത്. ആ നിലമ്പൂരിലൊക്കെ അതിന് മറുപടി പറയേണ്ട സാഹചര്യം CPMന്റെ സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ ഉണ്ടായി. അത് തിരിച്ചടിയായി, തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടിയായി എന്ന ഗുരുതരമായിട്ടുള്ള വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പോൾ MV ഗോവിന്ദനെതിരെ ഉണ്ടായിട്ടുള്ളത്. ശരി അർജുൻ, അത് തന്നെയാണ്. എന്തായാലും RSSുമായി സഹകരിച്ചു എന്ന ഒരു പരാമർശം അത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സംസ്ഥാന സെക്രട്ടറി തന്നെ നടത്തിയത്. അത് വലിയ തിരിച്ചടിയായ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കമ്മിറ്റിയിൽ, രണ്ട് കമ്മിറ്റിയിലും, അത് സെക്രട്ടേറിയറ്റിലാകട്ടെ സംസ്ഥാന കമ്മിറ്റിയിലാകട്ടെ, MV ഗോവിന്ദന് നേരെ അംഗങ്ങൾ വിമർശനം ഉന്നയിക്കുകയാണ്.